ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡാനീസ് ഡേയ്സ്. ഡാനീസ് ഡേയ്സിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അച്ചു, പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മുന്നേ കുറെ കമന്റുകൾ വന്നിട്ടില്ലായിരുന്നോ? നീനുവിന് കവിട്ടൽ വന്നപ്പോ എന്തോ ചെയ്തു, എന്തോ ക്രീം തേക്കുന്നൊക്കെ. കവിട്ടൽ വരുമ്പോ ക്രീം തേക്കുവാണെങ്കിൽ കവിട്ടൽ വരുമ്പോ ക്രീം തേക്കുന്നതല്ല, കവിട്ടല് വരുമ്പോ എന്തോ ചെയ്തു, പിന്നെ എന്ത് ക്രീമാണ് തേക്കുന്നത്, അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കേ. ഓക്കെ, അത് ആക്ച്വലി ഞാൻ പറയണമെന്നും പറഞ്ഞിരിക്കുകയാണ്. കാരണം ഞാനിപ്പോ റീസെന്റ് എനിക്ക് മെസ്സേജ് വന്ന്, ചേച്ചി കുഞ്ഞിന് ഭയങ്കര കവിട്ടല്, എന്താണ് ചെയ്തത്? ഞാൻ ഓൾറെഡി പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മളെ റീസെന്റ് ആയിട്ട് അമ്മമാര് ആയവർക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് ഈ കുഞ്ഞ് കവിട്ടുന്നത് ഒരു ഭയങ്കരമായ ടെൻഷനുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ അവള് കവിട്ടാറൊന്നുമില്ല. പക്ഷെ അതിന് പകരം വായിൽ കൈയിട്ട് ഛർദ്ദിക്കാറുണ്ട്. അത് നമ്മൾ മാക്സിമം ചെയ്യാതിരിക്കാൻ കൈയൊക്കെ പിടിച്ച് മാറ്റുക എന്നുള്ളത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ കവിട്ടലെന്ന് പറയുന്നത്, നമ്മൾ ഒരു ഡോക്ടറിന് അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും ഡോക്ടർ നമ്മളടുത്ത് പറയുന്നത് ഓവർ ഫീഡ് ചെയ്യുന്നത് കൊണ്ടാണെന്ന്. ഒരു 80% അല്ലെങ്കിൽ 90% ഓവർ ഫീഡ് ചെയ്യുന്നത് കൊണ്ടാണ്. പക്ഷെ നമ്മൾ പുതിയ അമ്മമാർക്ക് ഓവർ ഫീഡ് എങ്ങനെയാണ് ചെയ്യാതിരിക്കുക അതിനെക്കുറിച്ചൊന്നും നമ്മൾ ബോധേഡും അല്ല, അതിനെക്കുറിച്ച് നമുക്ക് അറിയത്തുമില്ല. അതാണ് സത്യം. ഞാൻ ഓവർ ഫീഡ് തന്നെ ചെയ്യാറുണ്ട്. ഓവർ ഫീഡ് ചെയ്തതിൻ്റെ ഫലമായിട്ട് കുഞ്ഞ് ഭയങ്കരമായ രീതിയിൽ ഛർദ്ദിച്ച് ലേറ്റ് നൈറ്റിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ അവസരം വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കുഞ്ഞിന് ഒരു പ്രശ്നമില്ല. ഛർദ്ദിച്ചു കഴിഞ്ഞാൽ അവൾ ഓക്കെയാണ്. ഇവളെന്താ രാത്രി ഉറങ്ങാത്തത് കൊണ്ട് കുഞ്ഞുനാളിൽ ഞാൻ നെഞ്ചത്ത് കിടത്തി, ഞാൻ ഒരുപാട് അത് കിടന്നുറങ്ങാനൊക്കെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ നെഞ്ചത്ത് കിടത്തി, ഇങ്ങനെ കമത്തി കിടത്തി, ഞാനിങ്ങനെ ഈ ഒരു പൊസിഷനിലൊക്കെ കിടന്ന് ഞാൻ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ നെഞ്ചത്ത് ഇങ്ങനെ കിടത്തി, എന്നാലും അവൾ ഉറങ്ങും. അല്ലെങ്കിൽ നമ്മൾ മലത്തിൽ കിടന്നു കഴിഞ്ഞാൽ ഭയങ്കരമായ രീതിയിൽ കവിട്ടും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കവിട്ടുമ്പോൾ മണ്ടേ കയറും എന്നുള്ള പേടിയൊക്കെ കൊണ്ടിട്ട് ഞാൻ നെഞ്ചത്ത് കിടത്തിയൊക്കെയാണ് ഉറക്കിയിരുന്നത്. അപ്പോൾ ഒരു സമയത്ത് ഞാനും ഏട്ടനും ഇങ്ങനെ ഉറങ്ങിയിട്ടില്ല, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കുഞ്ഞ് പിന്നെ കണ്ണിങ്ങ് മണ്ടയിലോട്ടായി. അപ്പൊ ഇവള് കവിട്ടിയിട്ടുണ്ട്, കണ്ണിങ്ങനെ മണ്ടയിലോട്ടായി. എന്റെ ഭഗവാനെ, ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ച ഒരു 2 മാസം ആയിട്ടുള്ളൂ. ഞാൻ എന്ന് കഴിഞ്ഞാൽ ഫ്രീസായി. ഈ സമയങ്ങളിലാണ് ഭർത്താക്കന്മാര് നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നുള്ളത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് കേട്ടോ. അപ്പം ഇവളെ കണ്ണങ്ങ് മണ്ടയിലോട്ട്, ഞാൻ ഏട്ടാന്ന് വിളിക്കുന്നതല്ലാതെ ഞാൻ വേറെ ഒരു അക്ഷരം പോലും വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാനിങ്ങ് നെഞ്ചത്തിന്റെ കുഞ്ഞിന്റെ നെഞ്ചത്ത് കിടക്കും, ഫ്രീസായി. ഏട്ടൻ പെട്ടെന്ന് എടുത്ത് എന്തെന്നറിയാവോ, ഇങ്ങനെ കമത്തിയിട്ട് ഇങ്ങനെ അടിച്ച്, മണ്ടേ കയറിയതാണെന്ന് മനസ്സിലായി, അടിച്ചിട്ട് മാറുന്നുണ്ടോ, ഇനി വേറെന്തേലും ആണെന്ന് വിചാരിച്ച് വായില് എന്തു ഏട്ടൻ ചെയ്തത്? എനിക്ക് ഞാനാണെങ്കിൽ അവളുടെ മൂക്കിലോട്ട് വെച്ചിട്ട് വലിച്ചു മണ്ടയിലോട്ട് ഇങ്ങനെ സക്ക് ചെയ്തിന് മൂക്കിൽ എന്തെങ്കിലും കയറിയതാണോ എന്തെന്ന് അറിയത്തില്ല. കാരണം കവിട്ടിയിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. ഭഗവാനെ, ആ ഒരു നൈറ്റ് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല. ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്നോണ്ട് നീ രക്ഷപ്പെട്ടു. അതെ, ഞാൻ ഫ്രീസ് ആയിരുന്നു കൈസ്. എന്നെക്കൊണ്ട് എന്റെ കൈയും കാലും പോലും അനങ്ങുന്നില്ലായിരുന്നു. ഈ ബോധക്കേടെന്നൊക്കെ പറഞ്ഞ എന്താന്ന് ശ്വാസം മുട്ടി കണ്ണിങ്ങനെ മലച്ച് മണ്ടയിലോട്ട് പോയി. എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ ഒരു വീഡിയോയിലും ഇത് പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോ കവിട്ടലൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, മാക്സിമം ഡോക്ടേഴ്സ് നമ്മളത് പറയുന്നത് 2 മണിക്കൂർ ഇടവിട്ടേ നമ്മൾ ഫീഡ് ചെയ്യാവോളെന്നാണ്. കാരണം ഒരു പാല് ഡൈജസ്റ്റ് ആവാൻ മിനിമം 2 മണിക്കൂറെങ്കിലും എടുക്കും. ഒരു 3 മണിക്കൂർ വരെ കുഞ്ഞിന് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 3 മണിക്കൂർ വരെ ഫീഡ് ചെയ്യേണ്ടതാണ്. പക്ഷെ കുഞ്ഞുങ്ങൾ കേൾക്കില്ല. കുഞ്ഞുങ്ങൾ കരയുമ്പോൾ നമ്മൾ വീണ്ടും എടുത്ത് പാല് കൊടുക്കും, അവർ കുടിക്കും, അപ്പൊ കവിട്ടും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ബർപ്പിങ്ങിലാണ്. ബർപ്പിങ്ങിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ കറക്റ്റ് വയർ ഇവിടെ നല്ലോണം അമുക്കി വെച്ച്, അല്ലെങ്കിൽ വയർ നമ്മുടെ തൊടയിൽ വയർ നന്നോട്ട് അമുന്ന രീതിയിൽ ഗ്യാസ് അടിച്ച് കളയുക. അപ്പൊ ഗ്യാസ് അടിച്ച് കളയുമ്പോഴത്തേക്കും ഒരൊറ്റ ഏമ്പൊക്കെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും പോയി. പക്ഷെ അങ്ങനെ അല്ല കേട്ടോ. ഒരു ഒറ്റ ഏമ്പൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ഗ്യാസ് കംപ്ലീറ്റ് ആയിട്ട് പോകണമെന്നില്ല. 2-3 ഏമ്പൊക്കെ കാണും. അതുകൊണ്ട് നന്നായിട്ട് 2 ഏമ്പൊക്കെ പോകുന്ന വരെ നന്നായിട്ട് രീതിയിൽ തട്ടി വിടുക. ഇപ്പൊ നമ്മൾ ഷോൾഡറിൽ വെക്കാൻ പേടിയാണെങ്കിൽ ഇങ്ങനെ ടൈസിൽ ഇങ്ങനെ വയറമുക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ
ഇങ്ങനെ ഇരുത്തി വരെ ഇവിടെ ഇങ്ങനെ ഇരുത്തി ചില ഫോറിൻ വീഡിയോസിലൊക്കെ കാണാം ഇങ്ങനെ തൊടയിൽ ഇരുത്തിയിട്ട് തട്ടും. തട്ട് കൊടുക്കണം. ഞങ്ങൾ എല്ലാ രീതിയിലും പരീക്ഷിച്ച 2 പേരൻസ് ആണ് കേട്ടോ. കാരണം ഇവളുടെ കവിട്ടൽ അത്രയ്ക്ക് അസഹനീയമായ ഒരു കവിട്ടലായിരുന്നു. ഭഗവാനെ പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ ബേർപ്പിങ്ങിൽ ഫസ്റ്റ് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ ഉടനെ മലത്തിൽ കിടത്തുകയോ അപ്പോഴേ കൊണ്ടുപോയി കിടത്തുകയോ ഒന്നും ചെയ്യരുത്. നമ്മൾ ബേർപ്പിങ് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിനെ കൊണ്ട് ഇങ്ങനെ നോത്ത്, ഇപ്പൊ എല്ലാ കുഞ്ഞുങ്ങളും നോന്ന് തന്നെയാണ് എടുക്കുന്നത്. അത് സ്റ്റെപ്പായിട്ട് പറയാം. അപ്പൊ ഏട്ടൻ എല്ലാ കാര്യങ്ങളും അറിയാം കേട്ടോ. എന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടും എന്റെ കുഞ്ഞിന്റെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ചിരുന്നത് കൊണ്ടും ഏട്ടൻ എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ പിന്നെ അപ്പോഴേ കുഞ്ഞിനെ കിടത്തരുത്. കുറച്ച് നേരം നമ്മൾ നടക്കുക, കുഞ്ഞിനെ കൊണ്ട് നടന്ന് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കിടക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മലത്തി കിടത്താതിരിക്കുക. അഥവാ മലത്തി കിടത്തിയാലും ജസ്റ്റ് നമ്മുടെ ഈ അരയ്ക്ക് മുകളിലോട്ടുള്ള ഭാഗം കുറച്ചൊന്ന് എന്ന് വെച്ചാൽ വലിയൊരു തലങ്ങണയിൽ കിടത്തണമെന്നൊന്നുമല്ല, കുറച്ചൊന്ന് പൊക്കിയ രീതിയിൽ കിടത്തുക. അല്ലെങ്കിൽ ചരിച്ച് കിടത്തുക. ചരിച്ച് കിടത്തുന്നതെന്ന് വെച്ചാൽ നമ്മൾ അഥവാ കവിട്ടിയാൽ സൈഡിൽ കൂടെ അങ്ങ് പൊയ്ക്കോളും. ഈ മണ്ടേ കയറുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ചരിച്ച് കിടത്താം. ഇതൊക്കെയാണ് നമ്മളൊരു പ്രൈമറി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ചില കുഞ്ഞുങ്ങൾക്ക് ഇന്റേണലി പിന്നെ ഈ കുടലുണ്ടല്ലോ, ചെറുകുടലിന്റെയോ വൻകുടലിന്റെയോ പ്രശ്നങ്ങൾ ചെറുകുടലാണെന്നാണ് തോന്നുന്നത്. ഇവിടെ തളർച്ച തുടങ്ങി ഗൈസ്. ചീ ചെക്കട മുക്കാച്ചി ചെക്കടക്കട വെക്കാച്ചി കുക്കൂടക്കട മുക്കാച്ചി കുക്കുടക്കട തവളാച്ചി കുക്കുടി കുക്കട വാച്ചി കൂക്കുടക്കട കൊളാച്ചി കക്കട കുക്കട മുക്കാച്ചി. അങ്ങനെ ഇന്റേണൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് വെക്കത്തില്ല, മോശം പോവത്തില്ല, യൂറിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്. അങ്ങനെ ആണെങ്കിൽ മാത്രമേ ഈ കവിട്ടലിന് വെയിറ്റ് വെക്കാതിരുന്നാൽ മാത്രമേ ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമൊക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനത്തെ ഒരു ഇന്റേണൽ ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട് ഇങ്ങനെ ഓവറായിട്ട് കവിട്ടുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ഗ്യാസിന്റെ ഫലമായിട്ട് ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ കവിട്ടാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ എന്താ ചെയ്യുക, അതെങ്ങനെയാ വയറ്റിൽ തൊട്ട് നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വയറ് നമ്മളിപ്പോൾ സാധാരണ വയറിങ്ങനെ ഇച്ചിരി ലൂസായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെ വയറിൽ തൊട്ട് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കുറച്ചിങ്ങനെ കട്ടിയായിട്ടിരിക്കും. അതിപ്പോൾ എക്സാക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മോശം പോകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മുക്കുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങളൊക്കെ മുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കട്ടിയായിട്ട് ഇങ്ങനെ വയറ് വരത്തില്ലേ? അപ്പോൾ നമുക്കും വരുമെന്ന് തോന്നുന്നു, നമുക്കും വരത്തില്ലേ? ആ ഒരു കണ്ടീഷനിൽ വയറ് ഇരിക്കും. അതായത് നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോഴത്തേക്കും ഇത് ബലം പ്രയോഗിക്കുമ്പോൾ വയറിരിക്കുന്ന രീതിയിൽ ഇരിക്കും. അപ്പോൾ അത് ഗ്യാസിൻ്റെ ഒരു കണ്ടീഷനാണ്. അങ്ങനെ ഗ്യാസ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് പ്രൈമറി നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ ആ ഗ്യാസ് ബർപ്പിംഗ് ചെയ്ത് കളയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് കാല്, അതായത് കഴിച്ചിട്ടും ഇവിടെ കിടന്നേ, നമ്മൾ കാലെടുത്തതായി ഇങ്ങനെ 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 വെക്കുക. പിന്നെ അതാ ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ ഇങ്ങനെ ഗ്യാസ് ഒന്നും ഇല്ലേ ക്ലേ? ഇതുപോലെ വയറ് ഒന്ന് ടൈറ്റ് ആവുന്ന രീതിയിൽ കാലൊക്കെ വെച്ചിട്ട് ഇതൊക്കെ ചെയ്യുക. അപ്പോഴത്തേക്കും ഒരുവിധം അപ്പോഴത്തേക്കും ഗ്യാസ് പോകാൻ തുടങ്ങും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് പോകും. പിന്നെ വയറൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, ക്രീമൊക്കെ ഇട്ട്, അതൊക്കെ നമുക്ക് ഗ്യാസിൻ്റെ ഇതായിട്ട് ഇത് ചെയ്യാം. പിന്നെ എന്താ, നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത കവിട്ടലുകളൊക്കെ ആണെങ്കിൽ ഡോക്ടറുടെ അടുത്ത് തന്നെ കൺസൾട്ട് ചെയ്യുക. ഞാൻ ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ ഇത്. പിന്നെ വളരെ അടിപൊളി ഗ്യാസ് പോകും. അതുപോലെ തന്നെ ആദ്യം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കാർമിസൈഡ് എന്ന് പറയുന്ന മരുന്നാണ് കേട്ടോ. കാർമിസൈഡ് ഗ്യാസിന് അത്ര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കോളിക്കൈഡ് ഇത് കണ്ടോ, ഇതാണ് കുഞ്ഞിന് ഞാൻ കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ ഇത് നല്ല എഫക്റ്റീവാണ്. അതുകൊണ്ട് ഇങ്ങനെ ഈ മരുന്ന് വേണമെങ്കിൽ ഒന്ന് ഫോക്കസ് ചെയ്തു, കോളിക്കൈഡ് ഇതാണ് യൂസ് ചെയ്തത്. അതിനുശേഷം ഇത് കൊടുക്കുമ്പോഴത്തേക്കും വയറിന് നല്ല ഒരാശ്വാസം കിട്ടും. എന്ന് വെച്ചാൽ നിർത്താതെ കരച്ചിലൊക്കെ ആണെങ്കിൽ ഇത് കൊടുത്താൽ മതി. കാരണം ഇത് കോളിക്കൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്താതെ കരയുമ്പോഴും, എന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് പറയുന്നത് വയറുവേദന കൊണ്ടായിട്ടാണ് കരയുന്നത്, എന്തെങ്കിലും വയറിൽ അസ്വസ്ഥത വരുമ്പോഴാണ് കുഞ്ഞുങ്ങൾ നിർത്താതെ കരയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കൊടുക്കാം. ഇത് കൊടുക്കുമ്പോൾ അവർക്ക് വയറിന് റിലാക്സേഷൻ കിട്ടും കേട്ടോ. ആവശ്യമില്ലാതെ കൊടുക്കരുത്. അതെ, ആവശ്യമില്ലാതെ ഒന്നും കൊടുക്കരുത്. കവിട്ടലുണ്ടെന്നും പോവരുത്, അങ്ങനെ പോവരുത്. അപ്പൊ എനിക്ക് കവിട്ടലിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ എനിക്ക് റാഷസിന്റെയും കൂടെ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് ഇപ്പൊ തന്നെ ലെങ്ത് ആയി ഒരുപാട് വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം,
സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്നുള്ളതിൽ, അതാണ് എനേബിൾ ചെയ്യുക, ഓൾ എന്നുള്ളതിനകത്ത് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.